കിറ്റക്സ് ഗ്രൂപ്പിന്റെ കിഴക്കമ്പലത്തെ ഫാക്ടറി ഇവിടെ തന്നെ നിലനിർത്തണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ ബാബു. 2 ആഴ്ചയ്ക്ക് ശേഷം ചർച്ച നടത്താനും തീരുമാനമായി. ഇതേസമയം ഫാക്ടറിയിൽ നിന്ന് മലിനജലം പുറത്തുവിടുന്നില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കിഴക്കമ്പലത്തെ കിറ്റക്സ് ഗാർമെന്റ്സുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ മന്ത്രി കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കിറ്റക്സ് ഗാർമെന്റ്സ് കിഴക്കമ്പലത്ത് തന്നെ തുടരണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. അതേസമയം മലിനീകരണ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം. പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ജില്ലാ കളക്ടർ PI ഷെയ്ഖ് പരീദ് പ്രദേശം സന്ദർശിക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും വിഷയം ചർച്ച ചെയ്യും. ഈ കമ്പനി ഇവിടെ തന്നെ നിലനിർത്തണം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആ പ്രദേശത്ത് ജനങ്ങൾ ചില പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനും പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ അത് ജില്ലാ കളക്ടർ ഇത് 2 കൂട്ടരും അവിടെ ഒരു ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ കമ്പനിക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം കളക്ടർ പരിശോധിച്ചതിന് ശേഷം 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും ഒരുമിച്ച് കൂടും. കമ്പനി ഇവിടെ നിലനിർത്തത്തക്ക വിധത്തിൽ ഗവൺമെൻറ് ചെയ്യാനുള്ള എല്ലാ ഒത്താശകളും കമ്പനിക്ക് ചെയ്യും. നാട്ടുകാർക്ക് അവിടെ ഉണ്ടെന്ന് പറയുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഉള്ള നടപടികൾ കളക്ടർ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് അത് സ്വീകരിക്കും. അത് 2 കൂട്ടരും തമ്മിൽ വീണ്ടും കൂടിയാലോചനകളിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്നാണ് കരുതുന്നത്. അതേസമയം മലിനീകരണം നടക്കുന്നില്ലെന്ന് ഹൈക്കോടതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് നൽകി എന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ബേബിയും വൈസ് പ്രസിഡന്റ് ഏലിയാസ് കാര്യപ്പുറവും പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ ഇവരെ വിളിച്ച് തിരുവനന്തപുരത്ത് ഹിയറിംഗ് നടത്തി. അതിൽ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു, ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളുണ്ടായിരുന്നു, കമ്പനിയുടെ പ്രതികളുണ്ടായിരുന്നു. അതിൽ അവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ 9 കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ മാലിന്യ പ്രശ്നമില്ലാന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതിലുപരിയായിട്ട് 27/7/2009 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ് എൻവയോൺമെന്റ് എഞ്ചിനീയർ സ്ഥലത്ത് വന്ന് പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഗുരുതരമായ മാലിന്യം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച റിപ്പോർട്ടുകൾ നിലവിലുണ്ട്. അതിനുശേഷം 15/9/2012 പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയർ സ്ഥലത്ത് വന്ന് കണ്ട് പരിശോധിച്ച റിപ്പോർട്ടിലും മാലിന്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ വന്നിട്ട് 9 കണ്ടീഷൻ, ഈ കമ്പനി പാലിക്കേണ്ട 9 കണ്ടീഷൻ ശുപാർശ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തത്. മറ്റേ ഇന്ന് പത്രമാധ്യമങ്ങൾ വന്നിരിക്കുന്ന അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ഇതിനിടെ കമ്പനി സ്ഥാപിക്കാൻ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് കമ്പനി അധികൃതർ അനൌദ്യോഗികമായി പറഞ്ഞു. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് താൽപര്യം അറിയിച്ചിരിക്കുന്നത്. കാക്കനാട് കളക്ടറുടെ ചേംബറിലാണ് കിറ്റക്സ് ഗാർമെന്റ്സ് MD സാബു M ജേക്കബുമായും പഞ്ചായത്ത് ആക്ഷൻ കൌൺസിൽ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. VP സജീന്ദ്രൻ MLA യും ചർച്ചയിൽ പങ്കെടുത്തു.